സ്റ്റാലിൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഒത്തിരി വെറൈറ്റി വാഴകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വാഴയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ ശരിക്കും ഇതിൻ്റെ പേര്, ഇതിൻ്റെ രീതികൾ, ഗുണവശങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇത് മാട്ടുകൊമ്പൻ അല്ലെങ്കിൽ കാളക്കൊമ്പൻ എന്ന് പറയുന്ന വാഴ. ഇതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇതിലേറ്റവും ഇതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് കഴിക്കാൻ പ്രയാസം. അതെന്താണ്? അതായത് ഇതിന് മൂപ്പ് കുറവാണ്. ഇത് മൂത്ത് വരുന്ന സമയത്ത് ഇത് കായ് കറിക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ കറക്റ്റ് മൂത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ വെട്ടിയില്ലെങ്കിൽ അതിൻ്റെ മൂത്ത അടിയിലെ തടലെല്ലാം അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോവുകയും ചെയ്യരുത്, മൂക്കുകയും ചെയ്യണം. ആ പരുവത്തിന് ഇത് വെട്ടിയെടുക്കണം. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഏറ്റവും നന്നായിട്ട് അപ്പോൾ ശ്രദ്ധിക്കണം അല്ലേ, കായ ആയതിനു ശേഷം അല്ലേ? നോക്കി നിൽക്കുമ്പോഴായിരിക്കും പഴുക്കുന്നത്. അത് കറക്റ്റ് സമയത്ത് വെട്ടിയില്ലെങ്കിൽ കായെല്ലാം പൊട്ടിപ്പോകും. സാധാരണ രീതിയിൽ ഇത് എത്ര കിലോ വരെ ഉണ്ടാവും? എനിക്കിവിടെ 40 കിലോ വരെ ഉണ്ടായിട്ടുണ്ട്. വിപണിയിൽ നല്ല വിലയുണ്ടോ ഇതിന്? ഇത് വിപണിയിലധികം പോകാറില്ല. കായ ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്, ബുദ്ധിമുട്ടാണ്. പിന്നെ മൂത്തില്ലെങ്കിൽ അത് അങ്ങനെ പഴുത്ത് കിട്ടുകയില്ല, കായിരുന്നു ഉണങ്ങിപ്പോവുള്ളൂ അല്ലേ? അപ്പോൾ വീട്ടാവശ്യത്തിന് ഇട്ട് ഉപയോഗിക്കാം അല്ലേ? ടേസ്റ്റി ആണോ സാധനം? ഇത് വളരെ ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത്തക്ക പോലെ ഇരിക്കും. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ നേരത്തെ പണ്ട് ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് പൂവിൻ്റെ ഒരു ടേസ്റ്റ്, നല്ല മധുരമാണ്. പിന്നെ ഇതിൻ്റെ പഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തോട് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് സാധാരണ പഴം പൊളിക്കുന്നത് പോലെ പൊളിക്കാനായിട്ട് പറ്റില്ല. ആണല്ലേ? അപ്പോൾ ഇതാണല്ലേ പഴം? ഇതൊരു പഴമാണല്ലേ? അപ്പോൾ ഇതെങ്ങനെ ശരിക്കും നമ്മൾ കഴിക്കേണ്ട രീതി എങ്ങനെയാണ്? ഇപ്പോൾ ശരിക്കും പഴുത്തിട്ടില്ല. ശരിക്കും പഴുക്കുമ്പോൾ ഒരു യെല്ലോ കളർ വരും. അപ്പോൾ അന്നേരം തൊണ്ടിന് നല്ല കട്ടിയുണ്ട്. നമ്മൾ ഈ അറ്റം കട്ട് ചെയ്തിട്ട് രണ്ട് വശം കട്ട് ചെയ്യണം. രണ്ട് വശം ഒരു വശം കട്ട് ചെയ്താലും മതി. ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സൈഡ് നമ്മൾ കീറണം. കീറിയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ല സാധാരണ രീതിയിൽ പഴത്തിൻ്റെ തൊലി കിട്ടത്തില്ല. പ്രയാസമാണ്. ഇത് തൊണ്ടുകട്ടി ഭയങ്കരമാണല്ലേ? തൊണ്ടുകട്ടിയുണ്ട്, ഭയങ്കരമാണ്. ഇത് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റിയാണല്ലേ? ഒരു നല്ല സ്മെല്ലുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെൽ. പഴത്തിൻ്റെ ഒരു പൊളിക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ലുണ്ട്. വരുന്നുണ്ട്. ഇതിന്റെ പരിചരണങ്ങൾ വേറെ വല്ലതും ഉണ്ടോ? പ്രത്യേകതയുണ്ടോ? പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല. നമ്മൾ വേനൽക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതനുസരിച്ച് പിന്നെ എപ്പോഴും കൊല വന്നുകൊണ്ടിരിക്കും. ഒരു ചൂടുണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പഴം കിട്ടും. ഇവിടെ കൃഷിയിടത്തിൽ ധാരാളം ഉണ്ടോ ഇത്? ഞാൻ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ടല്ലേ? ഇതല്ലാതെ വേറെ എന്ത് വെറൈറ്റികളോ ഉള്ളത്? വേറെ വെറൈറ്റി ഞാലിപ്പൂവൻ, പാളയംകുടൻ, അതുപോലെ ബജ്ജിക്ക് ഉപയോഗിക്കുന്ന വാഴ. ഇത് മാട്ടുകൊമ്പൻ. വേറൊരു ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത് ആട്ടുകൊമ്പൻ എന്ന് പറയും. അതുകൊണ്ടല്ലേ? കാളയുടെ കൊമ്പ് പോലെ ഇരിക്കുന്നുണ്ട്. കാളക്കൊമ്പൻ എന്ന് പറയും. പിന്നെ ഇത് ഒരു പരിധിയിലധികം പഴുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പഴം അത് ജ്യൂസ് പോലെയാവും. അപ്പോൾ പിന്നെ നമുക്ക് അന്നേരം ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ അങ്ങനെ ജ്യൂസ് പോലെ ഇരിക്കും. അതെന്ന് പറഞ്ഞാൽ കുഴഞ്ഞു പോകും അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാൻ അത്ര ഒരു ഇതല്ല. അതുകൊണ്ട് ആ കറക്റ്റ് സമയത്ത് വെട്ടണം. കറക്റ്റ് പഴുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കണം. കഴിക്കുമ്പോൾ നല്ല. അപ്പോൾ എല്ലാ ദിവസവും കൃഷിയിടത്തിൽ എത്തുമ്പോൾ അതിൻ്റെ പരിചരണ രീതി നോക്കണം നമ്മൾ, ശ്രദ്ധിക്കണം നമ്മൾ. ഇപ്രാവശ്യം ഞാൻ ഒരു കൊല വെട്ടിയത് 4 കടല പൊട്ടിപ്പോയി. അതുപോലെ പോയി അല്ലേ? അപ്പോൾ എന്തായാലും മാട്ടുകൊമ്പൻ അല്ലേ എന്നൊരു വെറൈറ്റിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. നമ്മൾ വയറിനും നല്ല മോശം പോകാനായിട്ട് നല്ലൊരു പഴമാണ്. നമ്മുടെ വീട്ടാവശ്യത്തിന് ഇങ്ങനെയുള്ളൊക്കെ ഒരു മരം, ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയ ഒത്തിരി ഉദരരോഗങ്ങൾക്കൊക്കെ നല്ലതാണ് അല്ലേ?